നമസ്കാരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിലിരുന്നുകൊണ്ട് BJP-ക്കാരായ സുരേഷ് ഗോപി ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. സുരേഷ് ഏട്ടൻ പണ്ടേ പണി തുടങ്ങി, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് എപ്പോൾ വന്നാലും പ്രശ്നമില്ല, കൂടുതൽ സമയം കിട്ടും, മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വരണ്ടേന്ന്. ഇതിപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമതായി BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതിരുന്ന നമ്മുടെ സാക്ഷാൽ PC ജോർജ് വെടിപൊട്ടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അനിൽ ആൻ്റണിയുടെ കാര്യത്തിലല്ലേ പറഞ്ഞതെന്ന്. എന്നാൽ PC ജോർജ് ഏറ്റവും പുതിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ നേതൃത്വങ്ങളെയും മത നേതൃത്വങ്ങളെയും ഞാൻ പറഞ്ഞ ഒരുവിധം റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാനില്ലാത്ത സ്ഥാനാർത്ഥി പട്ടികയെ എങ്ങനെയാണ് ഈ ക്രൈസ്തവ നേതൃത്വങ്ങളൊക്കെ അംഗീകരിക്കുക? അതുകൊണ്ട് കേരളത്തിലെ ആകെയുള്ള ക്രൈസ്തവ വോട്ടുകൾ ഞാനായിട്ട് എന്നെ മുന്നിൽ നിർത്തി സമാഹരിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ അവരെയൊക്കെ, ഈ പള്ളിയിലച്ചന്മാരെയൊക്കെ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിലുള്ള ആളുകളെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഒരുവിധം പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അവരെ വീണ്ടും പറഞ്ഞ് റെഡിയാക്കണം എന്നാണ്. കാരണം PC ജോർജ് ലിസ്റ്റിലില്ലല്ലോ. ക്രൈസ്തവൻ്റെ ഒരു ലീഡർഷിപ്പ് ഇല്ല. PC ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നത് വളരെ സന്തോഷമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. അതുകൊണ്ട് മാറ്റി 19 നിയോജകമണ്ഡലത്തിലും BJP-യുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരി സംഘടന തീരുമാനിച്ചു. അതെല്ലാം ഇപ്പം വെള്ളത്തിലാക്കി പോയി. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവരോടൊക്കെ സംസാരിക്കാനിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൽ ഈ ക്രൈസ്തവ വോട്ടുകളെ ആശ്രയിച്ച് ഉറപ്പായും ജയിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം തന്നെ BJP നടത്തി തൃശ്ശൂരിനെ മുൻനിർത്തിക്കൊണ്ടാണ്. ക്രിസ്തുമസിൻ്റെ ഭവന സന്ദർശനം ഉൾപ്പെടെ പലതരത്തിലുള്ള വോട്ടിംഗ് ക്യാൻവാസിങ്ങിന് മുന്നോടിയായിട്ടുള്ള പരിപാടികളും ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തൃശ്ശൂരിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? സുരേഷ് ഗോപി വന്നപ്പം PC ജോർജ് ഇമാതിരി ഒരു വർത്താനം പറഞ്ഞു. ഇനിയിപ്പം PC ജോർജ് തൃശ്ശൂരിൽ അവരെയൊക്കെ കഷ്ടപ്പെട്ട് കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ PC ജോർജ് വല്ലാണ്ട് വേർക്കും. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ ഇനി PC ജോർജിൻ്റെ ഔദാര്യത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഒരു കാര്യം, സ്വന്തം പാളയത്തിലെ പട. രണ്ടാമത്തേത് തൃശ്ശൂരിൽ നിന്നുള്ള പടയാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ നേതാവ് അനിൽ അക്കരയായിട്ട് ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും സുരേഷ് ഗോപി മറുപടി പറയണം. 1, ഹൈറിച്ച് പ്രതികളുമായുള്ള ബന്ധം. 2, ലൂർദിൽ സമർപ്പിച്ച കിരീടം സ്വർണ്ണമോ മുക്കോ? പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. ഹൈറിച്ചിൻ്റെ കേസ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അവരുടെ ഉദ്ഘാടനത്തിനൊക്കെ സുരേഷ് ഗോപി പോയതും ED അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം അവർ രക്ഷപ്പെട്ടു പോയതും അവർക്ക് അനുകൂലമായ നിലയിൽ അന്വേഷണം പോകുന്നു എന്ന് ചിലർ സംശയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അനിലക്കര ഇവിടെ കഷ്ടപ്പെട്ട് ഹൈറിച്ചിൻ്റെ പരാതിക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്ന ആളാണ്. അപ്പോഴാണ് ഹൈറിച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒന്നാണ് ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടം സ്വർണ്ണമോ മുക്കോ എന്ന ചോദ്യം. അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ അനിലക്കര ചോദിച്ചതിൻ്റെ പിന്നിലൊരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? മകളുടെ വിവാഹത്തിന് തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ പോയി സുരേഷ് ഗോപി ഒരു കിരീടം മാതാവിന് സമർപ്പിച്ചിരുന്നു. ആ കിരീടം ഒറിജിനലാണോ അല്ലയോ എന്നുള്ളതാണ് പുതിയ സംശയം. അങ്ങനെയുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉയരുകയാണ്. നമുക്കറിയില്ല ഏതാ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായിട്ട് മകളുടെ കല്യാണം തന്നെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളെ തൃശ്ശൂർ കൊണ്ടുപോയി പ്രത്യേക തരത്തിൽ ഗുരുവായൂർ, അതുപോലെ തന്നെ ലൂർദ് മാതാപ്പള്ളി, മറ്റ് പല സംഗതികളിങ്ങനെ കൊണ്ടുവന്ന് ഒരു വലിയ ബിൽഡപ്പ് കൊടുത്ത ഒരു കല്യാണം. അതുകൊണ്ട് രാഷ്ട്രീയമായ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടി ഭാഗമായിരിക്കാം ഇത്. പക്ഷേ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു കുരുക്ക് സുരേഷ് ഗോപി പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, കത്തീഡ്രൽ പാരിഷ് കൗൺസിലിൻ്റെ കഴിഞ്ഞ യോഗത്തിൽ ഒരു വിഭാഗം അംഗങ്ങൾ സ്വർണ്ണ കിരീടത്തെക്കുറിച്ച് സംശയം ഉന്നയിച്ചു. കിരീടത്തിൻ്റെ തൂക്കവും സ്വർണ്ണത്തിൻ്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വയ്ക്കണമെന്നും ആവശ്യം ഉയർന്നു. അല്ലാത്ത പക്ഷം പിന്നീട് വരുന്ന ഭരണസമിതികൾ ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മറുപടി ഉണ്ടാകില്ല എന്നും അഭിപ്രായം ഉയർന്നു. ഇതോടെ കിരീടം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. കിരീടം സ്വർണം പൂശിയതാണോ എന്ന സംശയം നേരത്തെ ചില പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വർണ്ണ കിരീടമാണെന്നാണ് നിലവിൽ വാർത്ത വന്നിട്ടുള്ളത്. എന്നാൽ വരും വർഷങ്ങളിൽ ചുമതലയേൽക്കുന്ന പുതിയ ഭരണസമിതികൾ കിരീടം പരിശോധിക്കുകയും സ്വർണ്ണത്തിൽ നിർമ്മിച്ചതല്ല എന്ന് തെളിയുകയും ചെയ്താൽ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതിക്കൂട്ടിലാകും. സ്വാഭാവികമാണ്. അത് അംഗങ്ങൾ ഉന്നയിച്ചു. ഇതോടെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള നടപടി എടുക്കണമെന്ന് ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ അടുത്ത യോഗത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. കഴിഞ്ഞ ജനുവരി 15-നാണ് പള്ളിയിൽ കിരീടം സമർപ്പിച്ചത്. ചെമ്പു തകിടിൽ സ്വർണം പൂശിയതാണ് കിരീടം എന്നതാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിൻ്റെ സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും പള്ളിയിൽ എത്തി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻ്റ് എന്താ വെച്ചാൽ, ഈ കാര്യം ഉന്നയിച്ച് ലീല വർഗീസ്
എന്ന തദ്ദേശ ഭരണസമിതി അംഗം രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അത് അവർ കോൺഗ്രസ് അംഗമാണ് എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല. കാരണം പള്ളിയിലെ ഭരണസമിതിക്കിടയിൽ നടന്ന ഒരു ആവശ്യവും തീരുമാനവും ഒക്കെ ആണ് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കണം. എന്തായാലും ഇങ്ങനെയൊരു വിവാദമാണ് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത്. ലൂർദ് മാതാവിനെ ഒരു സ്വർണ്ണ കിരീടം കിട്ടി, അത് ലൂർദ് പള്ളിക്ക് വളരെയധികം അതിൽ പവനുണ്ടാവും, എത്രയോ പവന്റെ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നത്. സ്വർണത്തിൻ്റെതായ ചെറുതായ ചെമ്പിൽ പൂശിയതായിട്ടാണ് പൊതുജനങ്ങൾ, അതായത് ഇടവകയിൽ വരുന്ന ജനങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് മുഴുവനായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് അതിൽ എത്രയാണ് പവൻ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇത് പ്രത്യേകം സൂചിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. കേരളം പൊറുക്കില്ല, പരിഹാസത്തിൻ്റെ ഡയലോഗ്, കുരുന്നിനെ കരുതലോടെ കാക്കും, അപൂർവ രോഗം ബാധിച്ച 2 വയസ്സുകാരന് കേരളം തണലൊരുക്കും, സ്നേഹത്തണലൊരുക്കും എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷിൻ്റെ ഈ പോസ്റ്റിൻ്റെ ടൈറ്റിൽ. അപൂർവ രോഗം ബാധിച്ച 2 വയസ്സുകാരന് കേരളം സ്നേഹത്തണൽ ഒരുക്കും. സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടിയൊടിക്കുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിൻ്റെ സംസ്കാരം. ആ കരുതൽ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. കുട്ടിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഉടൻ തന്നെ നേരിൽ കാണാനാകും. ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി അവരെ അറിയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ സ്വദേശിയും മലയാളിയുമായ സിന്ധുവിൻ്റെ മകന് വേണ്ടിയാണ് അപൂർവ രോഗത്തിനുള്ള വിലപിടിപ്പുള്ള മരുന്ന് ആരോഗ്യവകുപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. എന്താ സംഭവം എന്നല്ലേ? അതായത് ഗുരുവായൂരിൽ ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കുന്നുണ്ട് എന്നൊക്കെ ഭയങ്കര പ്രചാരണമാണല്ലോ. അതിനിടയിൽ മലയാളി ആയ കോയമ്പത്തൂർ സ്വദേശി സിന്ധു സുരേഷ് ഗോപിയോട് ചോദിച്ചു, ഇങ്ങനെ മകനൊരു അസുഖമുണ്ട്, അതിനൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് അവരെ പരിഹസിച്ച് ആട്ടിവിട്ടു. ഗോവിന്ദൻ മാഷോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ഇത് പറഞ്ഞതിനെ തുടർന്ന് ഈ സ്ത്രീ ഗോവിന്ദൻ മാഷ് ആരാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അവർക്ക് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, സുരേഷ് ഗോപി പരിഹസിച്ചതാണ് എന്ന് മനസ്സിലായില്ല. തൃശ്ശൂരിൽ വോട്ടുള്ള ആളല്ല എന്ന് കണ്ടിട്ടാണോ എന്തോ സുരേഷ് ഗോപിയുടെ ഈ വർത്തമാനം കേട്ട് അവർ നിരാശയായി മടങ്ങി. എന്നിട്ട് അടുത്ത് നിന്ന ആളുകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് സംഗതി മനസ്സിലായത്, ഇത് കളിയാക്കി വിട്ടതാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ ഈ സ്ത്രീ നിരാശയായി ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ആ കാര്യം വാർത്തയാവുകയും സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് തന്നെ ഇടപെടുകയും ചെയ്തത്. മാസ്റ്റോസെറ്റോസിസ് എന്ന അപൂർവ രോഗത്തിന് ചികിത്സയിലാണ് തൻ്റെ മകൻ. 1 മാസം മരുന്നിന് മാത്രം 50,000 രൂപയോളം ചെലവുണ്ട് എന്ന് ഈ കാര്യം അവർ അവതരിപ്പിച്ചു. ഈ വിഷമ അവസ്ഥ വിശദീകരിച്ചപ്പോഴാണ് സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് അവർ പറഞ്ഞു. മാസ്റ്റോസൈറ്റോസിസ് എന്ന പേര് ഇപ്പം ഇതിന് 2-ാം മാസം തുടങ്ങിയതാണ്. ഇപ്പോൾ 1.25 വയസ്സായി. ഇതിന് കറക്റ്റായി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ബോൺ മാരോ ചെയ്തു, പിന്നെ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സാറ് ഗോവിന്ദൻ മാഷെ കാണാൻ പറഞ്ഞു. ഏറ്റവും അവസാനം അതിന് നല്ല ഒരു തീരുമാനമുണ്ടായി എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. എന്തായാലും സുരേഷ് ഗോപി വന്നിറങ്ങി ഈ പ്രഖ്യാപനം നടത്തി, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള സമയം എന്തായാലും ഗംഭീരമായി. സുരേഷ് ഗോപിക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പുതിയ അനുഭവങ്ങൾ വരികയാണ്. ഇനി PC ജോർജ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി സഭാ നേതാക്കളുമൊക്കെയായി വീണ്ടും സംസാരിച്ച് കഷ്ടപ്പെട്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റതൊക്കെ അപ്പോൾ തീരുന്ന പ്രശ്നങ്ങളാണ്. ഇനി 1-2 പ്രസ്താവന നടത്തുകയും പിണറായി വിജയനെ 10 ചീത്തയും വിളിച്ചാൽ തീരാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമ ശ്രദ്ധ കിട്ടും. ഹൈറിച്ചും കിരീട പ്രശ്നവും ചികിത്സാ കാര്യങ്ങളും ഒക്കെ 2 പ്രസ്താവന ഇറക്കിയാൽ തീരുന്ന കാര്യമുള്ളൂ. പിണറായി വിജയനെ 2 ചീത്തയും വിളിച്ച് മാധ്യമങ്ങളിലൂടെ 2 നടത്തം നടന്നാൽ വാർത്തകളൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് വേണ്ടി വന്നാൽ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ 2 ഇടപാടൊക്കെ നടത്തി 2 വർത്താനൊക്കെ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ PC ജോർജ് പറഞ്ഞ കാര്യം പ്രധാനമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിലെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റു പല മണിപ്പൂരിൻ്റെ തുടർച്ചയായിട്ടുള്ള കലാപ വാർത്തകളുടെ ഇഷ്യൂസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരിലെ 2 പള്ളി
കുഴിച്ചെടുത്ത് ക്ഷേത്രം കണ്ടെത്താമെന്നുള്ള സംഘപരിവാർ സംഘടനകളുടെയും നേതാക്കളുടെയും നിലപാട് അവിടെയുണ്ട്. അതുകൊണ്ട് PC ജോർജിൻ്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോലും പ്രയാസമായിരിക്കും. സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് BJP നേതാക്കളുമായി ബന്ധപ്പെട്ട് PC ജോർജിനോട് പറഞ്ഞ് ഈ കാര്യങ്ങളൊന്ന് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.